ഹായ് നമസ്തേ, എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം വരുന്നത് കൊണ്ട് എല്ലാവരും അമ്പലത്തിൽ പോവാറുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ എല്ലാവരും മിക്ക ആൾക്കാരും തെറ്റിക്കുന്ന ഒരു മിസ്റ്റേക്കാണ് ഞാനിന്ന് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. അതായത് അമ്പലത്തിൽ കയറുമ്പോൾ എല്ലാവരും ചൂണ്ട വിരൽ കൊണ്ട് ചന്ദനം ഇടുന്നത് കണ്ടിട്ടുണ്ട്. അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. അതായത് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഇടേണ്ട ഓരോ രീതിയുണ്ട്. ഓരോ വിരൽ കൊണ്ട് നമ്മൾ ഭസ്മവും ചന്ദനമൊക്കെ ധരിക്കുമ്പോൾ ഓരോ ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാലോ. ആദ്യം ഞാൻ ഈ വിരലിൻ്റെ ഫലത്തെക്കുറിച്ച് പറയാം. ഐശ്വര്യം, മനസ്സമാധാനം, പിന്നെ ആത്മീയ ഉണർവ്, ഇവയൊക്കെയാണ് ഈ വിരൽ ഭസ്മം, ചന്ദനം എന്നിവ ധരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ വിരലിൻ്റെ അടിഭാഗത്ത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തേജസ്സും ഐശ്വര്യവും ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഭഗവാന്റെ ബിംബത്തിലോ പ്രതിഷ്ഠയിലൊക്കെ നമ്മൾ ഭഗവാന് ചന്ദനം കൊണ്ടൊക്കെ ഒരുക്കുമ്പോൾ ഈ വിരൽ കൊണ്ടാണ് നമ്മളത് പൊതുവേ ചെയ്യാറുള്ളത്. അടുത്തത്, ഇനി നമ്മുടെ കൂടെ അമ്പലത്തിൽ വരുന്നവർക്കോ സ്വയമായിട്ടോ ചന്ദനം, ഭസ്മം ഇതൊക്കെ ധരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി സ്വയമായിട്ട് നമുക്ക് പ്രതിഫലിക്കുന്നു. അതല്ല, നമ്മുടെ കൂടെ വരുന്നവർക്ക് ഈ ചന്ദനം നെറ്റിയിൽ ചാർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ പോസിറ്റീവ് എനർജി അവർക്കും കൂടെ പകർന്നു കൊടുക്കുന്നതാണ്. നടുവിരലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ആരോഗ്യം, ആയുസ്, സമൃദ്ധി എന്നിവയാണ്. ഈ നടുവിരലിൻ്റെ അടിഭാഗത്ത് ശനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ശനി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിൻ്റെയും ആയുസിൻ്റെയും സംരക്ഷകനായിട്ടാണ് കരുതപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിരൽ കൊണ്ട് നിത്യേന തിലകം നെറ്റിയിൽ ചാർത്തുന്നത് വളരെ നല്ലതായിട്ട് കാണപ്പെടുന്നു. അടുത്തത് തള്ളവിരലിനെ കുറിച്ച് പറയാം. വിജയം, ശക്തി, പുരോഗതി എന്നിവയാണ് ഈ തള്ളവിരലിൻ്റെ ഫലം. അടുത്തത്, ഇതിൻ്റെ ഈ വിരലിൻ്റെ അടിഭാഗം ശുക്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഭൗതിക സുഖം, ധൈര്യം, ശക്തി ഇവ പ്രദാനം ചെയ്യപ്പെടുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാർക്ക്, പിന്നെ യുദ്ധത്തിന് പോകുന്ന വീരന്മാർക്ക് വിജയതിലകം ചാർത്താനായിട്ട് നമ്മൾ തള്ളവിരൽ ഉപയോഗിക്കാറുണ്ട്. ചൂണ്ടവിരലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫലം മോക്ഷം, മരണാനന്തര ചടങ്ങുകൾക്കാണ് ഈ ചൂണ്ടവിരൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ ഈ ചൂണ്ടവിരലിൻ്റെ അടിഭാഗം വ്യാഴവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ അഹംഭാവത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ പൊതുവെ നെറ്റിയിൽ ഭസ്മം ചാർത്താനായിട്ട് ഇത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക.